ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. നല്ലൊരു ആഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്കറ്റ് നമ്മളെപ്പോഴും പറയുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഏരിയയ്ക്ക് മേളിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. 25,100 ഇല്ലെങ്കിൽ 25,000 മേളിൽ മാർക്കറ്റ് നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പിലി അത് പോകുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡെഫിനറ്റ്ലി നമ്മുടെ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ അത്യാവശ്യം ഒരു 7-10% മൂവ്മെൻറ്റ് പല സ്റ്റോക്സും തന്നിട്ടുണ്ട്. വാരി എനർജീസ് ബുക്ക് ചെയ്തു. ഇൻഫി ഇതുവരെ ബുക്ക് ചെയ്തിട്ടില്ല. ഇൻഫി നോക്കണം. ഇൻഫിയിൽ ഇനിയും IT സെക്ടർ ഇനിയും കയറാനുള്ള സാധ്യത മനസ്സിലുള്ളത് കൊണ്ട് ബുക്ക് ചെയ്തിട്ടില്ല. VMM ഇനിയും കയറാൻ സാധ്യതയുണ്ട്. ഇനിയും അതിനകത്ത് ട്രേഡ്സ് ഉണ്ട്. ദേവയാനി ഒരു റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. 188 to 192 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ 188 റെസിസ്റ്റൻസിൽ നിൽക്കുകയാണ്. ബ്രേക്ക് ഔട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു ട്രയലിംഗ് എസിൽ കീപ്പ് ചെയ്തിട്ട് ഒരുപാട് സ്റ്റോക്സ് ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം കുറച്ചധികം സ്റ്റോക്സ് അവിടെ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, വാരി എനർജീസ് മാത്രം പാർഷ്യലി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ബാക്കി ഒന്നിലും പാർഷ്യൽ പോലും ബുക്ക് ചെയ്തിട്ടില്ല. നോക്കാം മാർക്കറ്റ് കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ടാരിഫിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇനി പുതിയതായിട്ട് വരാതിരുന്നാൽ മതി. GST വളരെ നല്ലൊരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സാണ് ക്രിയേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. അതിനൊരു ഫോളോ അപ്പ് നമുക്ക് വേണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ 25,100 അടുത്ത മാർക്കറ്റിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ 25,100, 25,240. ദാറ്റ് മീൻസ് ഇതൊന്ന് ചെറുതായിട്ട് ഇതൊരു ഡബിൾ ബോട്ടം വെച്ചിട്ട് ആ GSTയുടെ ഇതിൽ നിന്ന് നമ്മൾ ട്രംപിൻ്റെ ഇഷ്യൂവിൽ നിന്ന് GSTയുടെ ഒരു സപ്പോർട്ട് എല്ലാം മാർക്കറ്റിനെ മേളിലേക്ക് കയറ്റുന്നുണ്ട്. ഇതൊരു ഡബിൾ ബോട്ടമാണ് എന്ന് ട്രേഡിംഗ് അറിയുന്ന, ഇൻവെസ്റ്റിംഗ് അറിയുന്ന ഏതൊരു മനുഷ്യനും അറിയായിരിക്കും അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ ബോട്ടമിങ് ഔട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയുന്നത്, അതായത് 25,240 റേഞ്ച്. ഞാൻ എപ്പോഴും പറയുന്ന രണ്ട് നമ്പേഴ്സാണ്. ഒന്ന് 240, 400 താഴേക്ക് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ 440 പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം 25,100, അത് കഴിഞ്ഞ് 25,240, ഇതിന് ശേഷം ഒരു 400-440 റേഞ്ചിൽ ഒരു റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ ഹയർ സൈഡിലെ ലെവൽസ് ഞാൻ പറഞ്ഞു തന്നു. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമേ മാർക്കറ്റ് കയറി വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഒരു ട്രെൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു പാറ്റേൺ ക്രിയേഷനാണ്. ട്രെൻഡ് ഡബിൾ ബോട്ടം ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ട്രെൻഡ് അവിടെയുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 26,000 കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ എൻ്റെ പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റിൽ ഇതുവരെ വേറെ എനിക്ക് ഓപ്പോസിറ്റിലായിട്ടുള്ളൊരു നെഗറ്റീവ് ന്യൂസോ വേറൊന്നും എനിക്കവിടെ ഫീൽ ചെയ്യുന്നില്ല. സോ ഞാനതിന് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണലായിട്ടുള്ള ട്രേഡിംഗ് ഐഡിയാസാണ്. ഞാനിത് ഒരു റെക്കമെൻഡേഷനായിട്ടോ ടിപ്പായിട്ടോ ഒരിക്കലും ഞാനത് ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഈ പറയുന്നത് നിങ്ങൾക്ക് കൺവിൻസിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പറഞ്ഞു തരുന്നത്. എനിക്കും തെറ്റ് പറ്റാം. ഒരു ബിഗിനർ തെറ്റുകൾ മാത്രം ചെയ്യുന്ന ഒരു സമയത്ത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ആ ഒരു ഐഡിയാസ് കൃത്യമായിട്ട് കൺവേ ചെയ്ത് തരുന്നു എന്നുള്ളതാണ്. ഈ സംഭവിച്ചതിന് ശേഷം ഇനി എന്ത് സംഭവിക്കാം, ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യാണ്ട് ഇത് തിരിച്ച് വീണ്ടും വന്ന് ട്രിപ്പിൾ ബോട്ടം എടുത്തു പോവാം. അപ്പോൾ അവിടെ എന്താണോ അവിടുത്തെ ബയ്യറും സെല്ലറും ഡിസൈഡ് ചെയ്യുന്നത് അതായിരിക്കും സംഭവിക്കുക. അതായത് ഇനി വരാൻ പോകുന്ന ക്യാൻഡലിനെ നമുക്കറിയില്ല. അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ഒരു ഇൻഡിക്കേഷനുമില്ല, ഒരു കഴിവും ഒരു മനുഷ്യനും ഇല്ല. അപ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതിനെ ട്രേഡ് ചെയ്യുക, അതിനോട് റിയാക്ട് ചെയ്യുക. അല്ലാണ്ട് ഇത് ഇവിടെ പോവും എന്ന് പറയുന്നതിനേക്കാളും അത് പോകുന്ന മൊമെൻറ്റിൽ അതിനനുസരിച്ച് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുക, പെട്ടെന്ന് ട്രേഡ് ചെയ്യുക, എക്സിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പൊസിഷൻ എടുക്കുക, ലോങ് ടേമിലത്തേക്കോ സ്വിങ്ങിലേക്കോ എടുക്കുക, അതിന് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യുക. ഇത്ര മാത്രമേ അവിടെയുള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഈ ഒരു ക്യാൻഡിലെ ലോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഏരിയയൊക്കെ മാർക്കറ്റിന് SL കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീപ്പ് ചെയ്യാമെന്നുള്ള ഏരിയാസാണ്. അപ്പോൾ അടുത്ത ലെവൽസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. താഴേക്കുള്ള ലെവൽസ് മെയിൻലി ഇത് തന്നെയാണ്. 24,960 താഴെ, ഇല്ലെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് താഴെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 800 താഴെ, ഇത് ഈ ഒരു ക്യാൻഡലിൻ്റെ താഴേക്ക്. ഓക്കെ, അപ്പോൾ ഈ ലെവൽസാണ് താഴേക്ക് 800,
800, 940, 960 റേഞ്ചിൽ ഒരു സപ്പോർട്ട് അവിടെ നിൽപ്പുണ്ടല്ലേ. ഈ രണ്ട് സപ്പോർട്ടാണ് താഴേക്കുള്ളത്. 25, 100 മെയിൻ ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ മെയിൻ ലൈൻ എന്ന് പറയുന്നത് അതാണ്. സോ മെയിനിലേക്ക് 240, 440 റേഞ്ച് അവിടെ നിൽപ്പുണ്ട്. സോ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ളൊരു പേസാണ് ഞാൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇത്രയും മാർക്കറ്റിനെ കുറിച്ചിട്ട് കുറച്ച് നല്ല സ്റ്റോക്സിനെ 1-2 സ്റ്റോക്സിനെ പരിചയപ്പെടുത്താം. ഗ്രൂപ്പിനകത്ത് ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഇന്ന് തന്നെ മാർക്കറ്റ് ഗുഡാണ് എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും അടുത്ത ഫർദർ സ്റ്റോക്സിലേക്ക് വരാം. അതിൽ ഒരു 2 സ്റ്റോക്കിനാണ് ഞാനിപ്പോൾ പറയുന്നത്. ഒന്ന് ഫെഡറൽ ബാങ്ക്. ഞാൻ സ്റ്റുഡൻസ് ഗ്രൂപ്പിനകത്ത് ഓൾറെഡി അവിടെ അതിൻ്റെ ഒരു അനാലിസിസ് എങ്ങനെ എടുത്തു എന്നുള്ളത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ മാർക്കറ്റ് നിങ്ങൾക്കിപ്പോൾ ഈ ഫെഡറൽ ബാങ്കിൻ്റെ ചാർട്ട് കണ്ടാൽ അറിയാം, ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു. അത്യാവശ്യം ഒരു നെഗറ്റീവ് സൈഡിൽ നിന്ന് നല്ലൊരു ക്യാൻഡിൽ, ഒരു നെഗറ്റീവ് മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു ക്യാൻഡിൽ തിരിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ 50% റീടെസ്റ്റ് ചെയ്യുന്നത് വരെ കുഴപ്പമില്ല. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രേഡിന് വലിയ ക്വാളിറ്റി ഇല്ല. സോ ഇതിന് താഴെ ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് ഈ ഒരു ഏരിയയ്ക്ക് അടുത്ത് ഒരു SL കീപ്പ് ചെയ്തുകൊണ്ട് ഓക്കെ, ഇതിന് എൻട്രി ആയിട്ടില്ല. വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതിന് 212 to 220 റേഞ്ചിലേക്ക് ഇതിന് ടാർഗറ്റ് കിട്ടാനുള്ളൊരു സംഭവം എൻ്റെ മനസ്സിനകത്ത് പേഴ്സണലി കിടപ്പുണ്ട്. ഞാൻ എൻ്റെ പൊസിഷൻ എടുക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. സോ മാർക്കറ്റിൽ ഇനിയൊരു നല്ലൊരു ക്യാൻഡിൽ വരികയാണെങ്കിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. TCS ഓൾറെഡി ഒരു സിമെട്രിക് ട്രയാങ്കിളിൽ നിൽക്കുമായിരുന്നു, ഒരു ബെയറിഷ് ഫ്ലാഗ് ആയിരുന്നു. അതിൽ നിന്ന് പതുക്കെ തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു 3180 മേളിൽ അല്ലെങ്കിൽ 3200 മേളിൽ TCSന് നിങ്ങൾക്ക് വാച്ച് ചെയ്യാമെന്നുള്ളതാണ്. അത്യാവശ്യം താഴേക്ക് വന്ന ഒരു സ്റ്റോക്കാണ്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് താഴേക്ക് വന്നതാണ്. സോ ഇതിൻ്റെ യഥാർത്ഥ ട്രെൻഡ് എന്ന് പറയുന്നത് ഇനിയും സമയമുണ്ട്. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇതിനെ കുറച്ചുകൂടെ മാറ്റി വരയ്ക്കാം. ഓക്കെ, കാണുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഈ ഒരു 3200 ബ്രേക്ക് ചെയ്താലേ യഥാർത്ഥ ട്രേഡ് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ട്രേഡിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വയ്ക്കുക. എപ്പോഴും ഗ്രൂപ്പിനകത്ത് ചോദിക്കുമ്പോൾ ട്രേഡ് എടുത്ത് തരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ മാർക്കറ്റിനകത്ത് ഉണ്ടാവണം എന്നില്ല. ഇത് കാണുമ്പോൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിനകത്ത് ഏറ്റവും മെയിനായിട്ട് ഒരു 5 സ്റ്റോക്കിനെ എടുത്ത് വയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫെഡറൽ ബാങ്ക്, TCS പോലുള്ള സ്റ്റോക്കുകൾ. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ICICI ബാങ്കാണ്. ICICI ബാങ്ക് ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. സോ ഇവിടെ ഈ ഒരു നെഗറ്റീവ് സൈഡ് നിൽക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇതിൽ നിന്ന് മാർക്കറ്റ് കഴിഞ്ഞ 2 ക്യാൻഡിലായിട്ട് നല്ല ഒരു മുന്നേറ്റം കാണിച്ചിട്ടുണ്ട്. സോ ഇത് റീടെസ്റ്റ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇത് ഒരു നല്ലൊരു എൻട്രി ട്രിഗർ ചെയ്യുകയാണെങ്കിൽ 1120 മേളിലോ 1140 മേളിലോ ആക്സിസ് ബാങ്ക് നോക്കുക എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് പറയാനുള്ളത്. ഇനി അടുത്ത് വരുന്ന സ്റ്റോക്സിനെ ഞാൻ ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. റിലയൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് 1400 മേളിൽ. നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് മുന്നേ ഉള്ളതാണ്. ഓക്കെ, ഒരു സെക്കൻഡ്. ഈ ഒരു ഏരിയ ഒരു സ്ലൈറ്റ് റെസിസ്റ്റൻസ് ആണ്. കാണുന്നുണ്ടോ? ഈ ചാർട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇതിന് മുന്നേ ഒരിക്കൽ ഇത് ബ്രേക്ക് ചെയ്ത് വന്നപ്പോൾ എൻട്രി പറഞ്ഞിരുന്നതാണ് 1340-ലും 1440-ലും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1560 വരെ പോയപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളത് ബുക്ക് ചെയ്തു. ബിക്കോസ് ഇവിടെ ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. ഡിസെൻഡിങ് ട്രയാങ്കിളിൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് പ്രീവിയസ് ഹൈ ആയിരുന്നു. ഈ ഒരു ഏരിയ ആയിരുന്നു ഇതിൻ്റെ ടാർഗറ്റ്. 1520 റേഞ്ചിലെത്തിയപ്പോൾ അതിനെ ഒഴിവാക്കേണ്ടി വന്നു. ബിക്കോസ് അതാണ് അതിൻ്റെ ടാർഗറ്റായിട്ട് അന്ന് കീപ്പ് ചെയ്തിരുന്നത്. വീണ്ടും അത് ഒരു താഴേക്കൊരു ട്രെൻഡ് വരുന്നുണ്ട്. ഇനി കയറി വരുവാണെങ്കിൽ ഇതിനെയും നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിക്കാണ് ഇതിനെ നോക്കേണ്ടത്. മൊമെൻറ്റം കുറവായിരിക്കും, പക്ഷേ റിസ്ക് കുറഞ്ഞ് അത് മുകളിലേക്ക് കയറാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കണ്ടേക്കാം. ഈ കഴിഞ്ഞ ക്യാൻഡിൽ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ പ്ലാൻ ചെയ്യുക. സോ ഇത്രയും എൻ്റെ ഇന്നത്തെ അനാലിസിസ് ഉള്ളൂ. ട്രേഡ് സേഫ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി ടാഗ് ചെയ്യുക. നമ്മുടെ മാർക്കറ്റ് പൾസിൻ്റെ ഗ്രൂപ്പിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് അതിനകത്ത് കയറാം, എൻ്റെ പേഴ്സണൽ ചാറ്റിലേക്ക് വരാം. ലിങ്ക്ഡിൻ്റെ ലിങ്ക് ഇനി മുതൽ ഞാൻ കൊടുക്കാം. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾക്ക് അനാലിസിസും ഇല്ലെങ്കിൽ എൻ്റെ പാസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലോ എല്ലാം പ്രൊഫഷണലി അത് അവിടെ തന്നെ കാണും. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.